ഹലോ, നമ്മളിന്നിപ്പോൾ ഒരു സ്ഥലം വരെയും പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചെന്നാൽ കുടുംബക്ഷേത്രത്തിൽ തുള്ളൽ നടക്കുവാണ്. അപ്പം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണുന്നു. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതേ മോള് നയനയുണ്ട്. അപ്പം പോകുന്ന സ്ഥലം എവിടെയാന്നാ? എരമല്ലൂരാണ് കേട്ടോ. എരമല്ലൂർ എന്നല്ല, ചമ്മനാടാണ്. ചമ്മനാട് ആണ് സ്ഥലം. അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടങ്ങോട്ട് പോകാം. പിന്നെ നന്ദു ഉണ്ട്. നന്ദു ഇങ്ങോട്ട് വന്നേ. നന്ദുതേ കുറേ സമയമായി ഒരുങ്ങാനൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ സ്ലോയിലാണേ. പിന്നെ ശ്രീ ചിലപ്പോൾ വരും കേട്ടോ. ശ്രീ വീട്ടിലോട്ട് പോയി, ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ, അങ്ങോട്ട് പോയി. ചിലപ്പോൾ ശ്രീയും കൂടെ വന്നേക്കും. പിന്നെ ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വണ്ടിയൊക്കെ എടുത്തിട്ടു. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൂട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും പുറകെ കാണാം. നമുക്ക് പെരയൊക്കെ ആദ്യം പൂട്ടിയെടുക്കാം. ഡ്രസ്സിൻ്റെ ഇരണ കുപ്പുകളെയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു രസം. അച്ഛനും മക്കളും കൂടെ അങ്ങോട്ട് ഇറങ്ങി. ഇപ്പം ഇനി എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. വണ്ടി ഓവർടേക്ക് ചെയ്തെത്തി. അപ്പൊ ഞങ്ങള് കുടുംബക്ഷേത്രത്തിൽ പോകാൻ പോണു കേട്ടോ. ഞങ്ങള് കുടുംബക്ഷേത്രത്തിൽ പോകുന്നു. ഇവിടെ എന്നാ പരിപാടി? നന്ദുനുള്ള പാഴ്സൽ വന്നിട്ടുണ്ട്. അമ്മ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. എന്തൊക്കെയാ പരിപാടി ഇവിടെ? അലമാരി ചെയ്യുവാണോ? ഇപ്പൊ നമ്മള് ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണേ. ഹൈവേ വന്ന് കയറി. ഒറ്റപ്പുന്നെ വന്നിട്ടാ കയറിയത്. ചേർത്തല ഒറ്റപ്പുന്നെ. ശ്രീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. പോരുവാ മകനെ ശ്രീ അവിടുന്ന്? പാടാണല്ലേ വൈ. നമ്മള് തുളസിത്തറ വാങ്ങിയത് അവിടെ നിന്നായിരുന്നു. ഇപ്പൊ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സ്ഥലമൊന്നും ശരിക്കും മനസ്സിലാകില്ല. കാരണം കെട്ടിടങ്ങളും വീടുകളും ഒക്കെ മതിലൊക്കെ പൊളിച്ച് ഒക്കെ പുറകോട്ടൊക്കെ കെട്ടിയൊക്കെ വന്നപ്പോഴത്തേക്ക്, അതുപോലെ തന്നെ പഴയ കടകളൊന്നുമില്ല. അതൊക്കെ കൊണ്ട് തന്നെ സ്ഥലമൊന്നും കണ്ടാൽ അറിയാൻ പറ്റിയില്ല. അങ്ങനെ പറ്റിയതാണ്. അന്ന് ഞാൻ 2 വീലറിന് വീട്ടിൽ പോയപ്പോഴത്തേക്ക് പട്ടണക്കാട് എന്നിട്ട് ട്രെയിൻ ചെയ്യേണ്ടതിന് ഞാൻ പട്ടണം കടന്നൊന്നും പറഞ്ഞില്ല. പോയി തുറവൂർ അമ്പലത്തിന്റെ വാതിക്കെ ചെന്നപ്പോഴാണ് തുറവൂർ എത്തിയെന്നറിയണം. പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ചെരുപ്പ് ഷൂസൊക്കെ വിൽക്കാൻ വെച്ചിരിക്കണുണ്ടോ? അന്തു മകന്റെ എടുപ്പ് മേടിച്ചത് വലുതാണ്. അത് മാറണ്ടേ? പെട്രോൾ അടിക്കണം. ഇവിടെ നമ്മള് പൊന്നാമ്പളി പോകുമ്പോ എപ്പോഴും ഇവിടെ അല്ലേ തന്നെ പെട്രോൾ അടിക്കാൻ. ഒരു ബൈക്കിന് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ നമ്മുടെ അടുത്തോട്ട് വരത്തുള്ളു. അപ്പറേ ഓട്ടോയൊക്കെ വന്ന് കിടക്കുന്നു. 700 പെട്രോൾ ഇത് ഏതമ്പലാണ്? പുത്തനമ്പല അല്ല, പുതിയ അമ്പലം. എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പുത്തനമ്പലം നമ്മുടെ ചേർത്തലയുള്ള 3 അമ്പലത്തിൽ പുത്തനമ്പലം, പുതിയായി, പുതുക്കാട്ടുകുന്ന്, പുത്തങ്കാവ് അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രമൊക്കെ ഉണ്ടേ. ഇനി ഇപ്പുറത്തെ കാഴ്ചയാണ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂള് പട്ടണക്കാട്.
വീട്ടിൽ ചെന്നിട്ട് അമ്മ റോഡിലേക്ക് വരും. പിള്ളേര് വന്ന ബസ്സൊക്കെ കിടക്കുവാണ്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ഈ വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേ മറ്റ് കാൽനട യാത്രക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പിന്നെ സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികൾ റോഡിലോട്ടൊക്കെ കയറി നടക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് തൊട്ടടുത്ത് പട്ടണക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളാണേ. ഇത് നമ്മുടെ നാട്ടിലേക്ക് അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലേക്ക്, അതായത് മേനാശ്ശേരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നു. മേനാശ്ശേരി അതുപോലെ തന്നെ പൊന്നാമളി എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് പഠിച്ച ട്യൂഷൻ സെൻ്ററൊക്കെ നിന്ന സ്ഥലമാണിത്. ഈ കാവ് കണ്ടോ, കാവ് പണ്ട് ക്ഷേത്രമൊന്നും ഇല്ലായിരുന്നേ, വെറുതെ കാവായിരുന്നു. ഞങ്ങൾ ഒരു വലിയ ചെറുപുന്ന നിൽക്കുന്നുണ്ടായിരുന്നു, ചെറുപുന്നയില്ലേ, അതിന് താഴത്ത് നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ പിള്ളേർ ഇൻ്റർവെൽ സമയത്തൊക്കെ അതുമേൽ കയറി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അവിടെ ക്ഷേത്രമൊക്കെ ആയി. ആ പുന്നമരം ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. എത്രയോ വർഷം പഴക്കമുള്ള വൃക്ഷമാണ്. ഇനി എൻ്റെ ക്ഷേത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പം നന്ദുവിൻ്റെ കൊടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുപ്പിക്കാം. ക്ഷേത്ര പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ ഗുരുദേവ പ്രതിഷ്ഠ എന്തോ ചടങ്ങുണ്ട്, ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. മോനെ എന്തെടുത്തേ മോനെ അങ്ങോട്ട്. ഗുരുദേവ ക്ഷേത്രത്തിനുള്ള പ്രതിഷ്ഠ എന്തോ ചടങ്ങ്. പ്രസാദിയേട്ടൻ്റെ ഇവിടെ ബൈക്കിൽ പോകും. അമ്മയുടെ വല്യച്ഛൻ്റെ മകനാണ്. അതല്ല ആ പ്രസാദിയേട്ടല്ല, മലയാളിയപ്പയുടെ ചേട്ടൻ്റെ മകനാണ്. അമ്മയെ വിളിക്കാനായിട്ട് പോവാണ്. അമ്മ റെഡിയായി നിൽക്കുവാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ അമ്മ വിളിക്കാൻ തുടങ്ങി. എന്തെടുക്കുകയാണാവോ. നാത്തും ജോലിക്ക് പോകാനായിട്ട് റെഡിയായി. നിഷയെ പോയില്ലായിരുന്നാ? എന്നാ ഞങ്ങൾ പോയിച്ചും വരാം. അവര് വണ്ടിയിൽ അവിടെ ഉണ്ട്. ചങ്കുട്ടി പഠിക്കായിരുന്നായിരുന്നു, പഠിച്ചു വന്നാല്. അപ്പൊ ശരി മോനെ, അവൻ എന്തേ പോയാ ക്ലാസ്സില്? എന്നാ ബാ, അതെന്നെ അമ്മ പൊതിയിലൊക്കെ. അതാണ് ഹൈവേ പണി നടക്കണോണ്ട്. ബാ നമ്മള് ഹൈവേന്നൊക്കെ ട്രെയിൻ ചെയ്ത് ക്ഷേത്രത്തിന്റെ അടുത്തോട്ട് ഉള്ള റൂട്ടിൽ പോവുകയാണ്. മംഗലത്ത് നമ്മുടെ അത് പുന്നീഴത്തെന്നാണ്. ഇവിടെ രണ്ടുമൂന്ന് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്, അവരുടെ ഒക്കെ ചോദിക്കും. ആ പിള്ളേരുടെ ഒന്ന് ചോദിക്കും. ഇവിടെ അടുത്തൊരു ക്ഷേത്രം, തുമ്പല് നടക്കുന്ന ക്ഷേത്രം. ഒരു പൊറോട്ട കമ്പനി ഉണ്ടെന്നില്ലേ, അതിന്റെ അവിടുന്ന് ലെഫ്റ്റ് എന്നാണോ സാറേ പറഞ്ഞത്? അന്നേരം അവിടെ ആളുകൾ കാണുക, നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഇല്ല പണ്ട് ഇവിടെയൊക്കെ കൈവഴികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റോഡാണ്. നമ്മുടെ മേലാശ്ശേരിയുടെ അവിടെ കിടന്ന റോഡിനേക്കാളും നല്ലത്. പുള്ളോമ്പാട്ടൊന്നും കേൾക്കണില്ലല്ലോ സാറേ, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടായില്ല കേട്ടാ. അത് ശരിയാണ്, അങ്ങനെയും വരാം. നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഇതിവിടെ ഒരു വീട്ടിൽ ഇടുവാണ് വണ്ടി. സൂക്ഷിച്ചിറങ്ങുക. റോട്ടിൽ നിന്ന് അങ്ങോട്ട് ടേൺ ചെയ്ത് പോകണം. പതുക്കെ ഇറങ്ങി. കാറ് ഇവിടെ കൊണ്ടുവന്നിടായിരുന്നു സാറേ, പക്ഷെ എന്നാലും വേണ്ടെന്ന്. ഇപ്പൊ അവിടെ തണലും ഉണ്ട് ആ വീട്ടില്. നല്ല തണലൊക്കെ ഇവിടെ വന്നപ്പോ. ഇവിടെ തട്ടരുത് കേട്ടാ. കണ്ടു.
പതുക്കെ കാലെടുത്ത് പൊക്കി വരമ്പ് പോലെ വെച്ചിരിക്കണില്ലേ? ഇത് തന്നെ സംഭവം. ഓർമ്മയുണ്ടല്ലേ? ഇപ്പൊ അമ്മക്ക് സ്ഥലമൊക്കെ കിട്ടി. അത് ഈ വീടിന്റെ അപ്പുറത്താണ് നമ്മുടെ ഈ റോഡ് ഇത് അവിടം വരെ വന്ന റോഡൊന്നും സ്ഥലം. ഞാൻ എൻ്റെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. തളിച്ചൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനി പാദപത്മം വണങ്ങുന്നേ പങ്കജാക്ഷി വാണി മാതും തുണയ്ക്കാനായി പങ്കജാക്ഷി വാണി മാതും തുണയ്ക്കാനായി നാഗരാജൻ മുതലായ നാഗബിംബം തൊഴുന്നേ ഞാൻ ആദിമൂലം വെട്ടിക്കോട് കൈവണങ്ങുന്ന നാഗരാജൻ മുതലായ നാഗബിംബം തൊഴുന്നേ ഞാൻ നാഗവീരം നാറച്ചാൽ കൈവണങ്ങ മൂലമായിട്ടുള്ള പാടിത് പുണ്യമായി തുണി വണ്ട ഇവർ കുട്ടാകല്ലുമില്ല ഭഗവതി കുലദൈവങ്ങൾ ആ ഉരുളിങ്ങനെ മാറ്റി കർപ്പൂരം കത്തിക്കുക. കർപ്പൂരം വെച്ച് ചോദിച്ചാൽ കർപ്പൂരം വെച്ചു കാലൊപ്പം ചൂട്ട് നെഞ്ചോട്ട് തൊഴുന്നു കുട്ടിയുടെ അഗ്രം മുകളിലേക്ക് ഇട്ടെ അങ്ങനെ ക്ഷേത്ര ചടങ്ങുകളൊക്കെ ഒരു മണിയോട് കൂടിയിട്ട് സമാപിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരാനായിട്ട് പോവുകയാണ്. മറ്റ് വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.